നമ്മളിന്ന് ആക്ച്വലി ഒരു നൈറ്റ് സ്റ്റേക്ക് പോവാണ്. നൈറ്റ് സ്റ്റേ എന്ന് പറയുമ്പോൾ ഇന്ന് ആക്ച്വലി വർക്കിംഗ് ഡേ ആണ്, പക്ഷേ ഇന്ന് പബ്ലിക് ഹോളിഡേ ആണ്. അപ്പോൾ നമുക്കും തന്നെ രാവിലെ ഉള്ളായിരുന്നു ഡ്യൂട്ടി, ആഫ്റ്റർനൂണ് നമുക്ക് ഓഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവനിങ് പോയിട്ട് രാത്രി ടെൻറ്റ് ചെയ്തിട്ട് നാളെ ഫ്രൈഡേ ആണല്ലോ, അപ്പം അങ്ങനെ ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം ഇവിടെ ഇപ്പോൾ തണുപ്പുള്ള സമയമാണല്ലോ, വിൻ്റർ സമയമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാവരും തന്നെ ഇങ്ങനെ ക്യാമ്പിങ്ങിനും ടെൻറ്റ് സ്റ്റേക്കും അല്ലാതെ ഔട്ട്ഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ടെൻറ്റ് നമ്മൾ ആക്ച്വലി കുറേ ആയി പ്ലാൻ ചെയ്യണു. പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ അസുഖമാവുക, വലിയവർക്കും തന്നെ കുറേ പേര് കോൾഡ്, ഫീവർ, അപ്പോൾ അങ്ങനെ നീണ്ടു പോയിരുന്നു. അപ്പോൾ ഇന്നും തന്നെ നമ്മളെ കൂട്ടത്തിലുള്ള 2 ഫാമിലി വരുന്നില്ല, അവർ 2 പേരുടെ കുട്ടികൾക്കും സുഖമില്ല. അങ്ങനെ അപ്പം ഉള്ളവരെ വെച്ച് പോവാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്താണ്. ആക്ച്വലി റെഡിയാണ്, ഒക്കെ ഡ്രസ്സപ്പൊക്കെ ചെയ്തു. ആവശ്യമൊന്നുമില്ല, പുറത്ത് നട്ടപ്പാതിരിയാണ്. കാരണം മാത്രമല്ല ടെൻറ്റ് ചെയ്യാൻ പോണ സ്ഥലത്ത് ഒരു തുള്ളി വിളിച്ചുണ്ടാവില്ല, നമ്മൾ വെക്കുന്നത് ചെറിയ ലൈറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും ഒരു മനസ്സുഖം. എങ്ങനെയുണ്ട് ഗൈസ്? പ്രത്യേകിച്ചൊന്നുമില്ല, സ്ഥിരം എന്നത്തേക്കും പോലെ തന്നെ. ആക്ച്വലി എല്ലാം സെറ്റാണ്. ഒരു ട്രോളി എടുത്തു. ശരിക്കും ട്രോളി എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഞാൻ ട്രോളി പാക്ക് ചെയ്യാൻ കണ്ടിട്ട് ഫാറു പറയണ്ടായിരുന്നു, പിന്നെ ടെൻറ്റിലേക്ക് ട്രോളി കൊണ്ടുപോകാൻ ആലോചിച്ചിട്ട് ചിരി വരണമെന്ന്. പക്ഷെ ചിരി വരും, പക്ഷേ ഇതിനുള്ളിൽ മീൻസ് ട്രോളി ആകുമ്പോൾ എല്ലാം ഇതിനുള്ളിൽ ഇട്ടാൽ മതി. പക്ഷേ ട്രോളി ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ എത്ര കവർ പിടിക്കേണ്ടി വരും, അതിനെക്കാടും നല്ലതില്ല. അപ്പോൾ ട്രോളി എടുത്തു. പിന്നെ ആ കാണുന്നതൊക്കെ രാത്രി ഇടാനുള്ള ഹുഡീസും പിന്നെ ബ്ലാങ്കറ്റ്സും ഒക്കെയാണ്. അൽഷുട്ടു അവിടെ റെഡിയാണ്, ആള് ഔട്ട്ഫിറ്റിൽ ഇരുത്തിയിരിക്കുകയാണ്. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണുള്ളൂ, ഓരോരുത്തർ ഓരോ സ്ഥലത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം. എന്തായാലും ഇപ്പം ഇടാൻ യൂട്യൂബ് ഉണ്ടല്ലോ ഇടാം. പണ്ട് വീഡിയോ എടുക്കുമായിരുന്നു, അങ്ങനെ വീഡിയോ എടുക്കൽ അങ്ങനെ കുറവൊന്നും ആയിരുന്നില്ല. പക്ഷേ എവിടെയും റീൽസ് ഇടുന്നല്ലാണ്ട് എവിടെയും പോസ്റ്റ് അല്ലാത്ത വ്ളോഗ്സ് ഒന്നും എവിടെയും കാണാറില്ല. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനി പുറത്തിറങ്ങുമ്പോൾ കാണാം. ഓക്കെ, ഞാൻ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്സ് കാണിച്ചു തരാം. എന്ത് ചുട്ടു? സാധാ ഒരു ജീൻസിലേക്ക് ഒരു ടോപ്പ് എടുത്തു. യെസ്, അവനെ സ്റ്റേക്കേഷനൊക്കെ പോവാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പറ്റിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ അപ്പോൾ ഇത് ആക്ച്വലി ഒരു ക്രോഷ്യ ടോപ്പാണ്, ക്രോഷ്യ ടൈപ്പാണ്. സോ എന്നിട്ട് വേറൊരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ഭയങ്കര തണുപ്പാണെങ്കിലോ. അങ്ങനെയൊക്കെ സാധാ ഒരു ടോപ്പും ഒരു പാൻറ്റും അത്ര തന്നെ. കൊള്ളാം. യെസ്, എവിടെ പോവാ? സ്റ്റേക്കേഷൻ. നമ്മൾ ആക്ച്വലി ഒക്കെ സെറ്റാണ്, പോവാണ് അല്ലേ? സൗണ്ട് കേൾക്കണം, ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ടാണ്. അഞ്ജു, ഞങ്ങൾ ആക്ച്വലി ചായ കുടിക്കാൻ വന്നതാണ്. ഞങ്ങൾ ഇവിടെ വന്നത് ചായ കുടിക്കാൻ വന്നതാണ് ഞങ്ങൾ. ആക്ച്വലി ഇത് നമ്മളുടെ ഒരു ഗാലയിലുള്ള ഒരു ചായക്കടയാണ്. ഇതിന് ആക്ച്വലി ഒരു പേരും കൂടിയില്ലേ, എന്നുവെച്ചാൽ അത്രക്കൊരു എന്താ പറയുക, വലിയ സെറ്റപ്പൊന്നുമില്ല. ഒരു ചെറിയൊരു റൂം, അതിൽ ചായ കടി അങ്ങനെ കൊടുക്കുന്നത്. പക്ഷേ എത്ര ജനങ്ങളറിയോ ഇവിടെ ഉള്ളത്. എനിക്കാണെങ്കിൽ ഇവിടുത്തെ പഴംപൊരി എന്ന് പറഞ്ഞാൽ ജീവൻ്റെ ജീവനാണ്. ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്രൈഡേ ഓഫാണ്, വർക്കിംഗ് ഡേയ്സിൽ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം എനിക്ക് ഇവിടുന്ന് കുടിക്കാൻ പറ്റാറില്ല. ലാസ്റ്റ് ഇതുപോലെ ഏതൊരു ലീവ് ഞാൻ കഴിച്ചത്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ടെൻ്റൊക്കെ അടിക്കണ കൊള്ളാം, ഇവിടെ നിന്ന് എനിക്ക് പഴംപൊരി കിട്ടിയിട്ടേ വണ്ടി പോവുള്ളൂ പറഞ്ഞു. അപ്പം അങ്ങനെ ഇവിടെ ചായ കുടിക്കാൻ വന്നതാണ്. നല്ല പഴംപൊരിയും പരിപ്പടയും ഇലയും. ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ഈ ഒരു സാധനം മതി. സൂപ്പർ. ഇവിടുത്തെ പഴംപൊരിയും നല്ല എണ്ണയാണ്, ഹെൽത്തി ഒന്നുമല്ല. പക്ഷെ ഇവിടുത്തെ പഴംപൊരിയും ചായയും ഇറങ്ങി ആസിനകത്തും ചോന്റെ റൂം അവിടെ പുതിയ റൂമിന്റെ അവിടെ അറിയില്ല. ശരിക്കും സീറ്റ് ഉണ്ട്, ലൊക്കേഷൻ അയക്കാൻ പിന്നാലെ
നാളെ പോവാം. നാളെ അമറാത്ത് പോയാലോ? ഇങ്ങനത്തെ തിരക്കില്ലേ? അതിന് മാണ്ടായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് പഠിച്ചാണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കും. ചിന്നത് സെയിം ചിന്നു ഭയങ്കര ഭയങ്കര ഒരു 150 വട്ടം വായിക്കും. അതാ ഇജി ഇപ്പൊ അപ്പുറത്തിരിക്കുക ചോദിച്ചോ, അതൊക്കെ എപ്പോഴും കാണാപ്പാടായിണ്ടാവും. ഈ പറഞ്ഞ മറ്റല്ല മറ്റേ ഇതിലിങ്ങനെ മറ്റേ കലാമണി പറഞ്ഞ മാതിരി കണ്ട് കണ്ടങ്ങിയിരിക്കും ജനങ്ങൾ. അതെന്നെ ഒരു 100 വട്ടം പറയും. കണ്ട് കണ്ടങ്ങിയിരിക്കുക. ഞാൻ സ്കൂൾ ഡേയ്സ് ആയിരുന്നു അധികം എക്സാമിന്റെ സമയത്തൊക്കെ ഭയങ്കര സ്കില്ലുള്ള ആൾക്കാരാണ്. മറ്റേ ഫാറൂഖിന്റെ കല്യാണം നടത്തുന്ന സമയത്ത് ഇപ്പൊക്കെ അന്വേഷിക്കാൻ പോവല്ലോ. എങ്ങനെയാ ഈ കല്യാണം നടക്കണത്? അങ്ങാടിയിൽ സംസാരിച്ചപ്പോ ഇപ്പൊക്കെ പറഞ്ഞ ഇങ്ങനെ ഈ വിദ്യാഭ്യാസം പഠിപ്പ് അതൊക്കെ ഭയങ്കര കാര്യാ. അങ്ങാടിന്ന് ഫാറൂഖ് പൈസ കൊടുത്ത് പറഞ്ഞു വെച്ച ആള് പറഞ്ഞിക്ക അതും ആ പെട്ടിപ്പിടിയത്തെ ആള് പറഞ്ഞിക്ക നല്ല പഠിക്കേണ്ട കുട്ടി. അല്ല ഫാറൂഖ് നമ്മളെ കേസ് ഉണ്ടായ ടൈമില് ഫാറൂഖ് അതിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൈസ തന്നെ എടുക്കല്ലോ പെട്ടിപ്പിടിക്കാരൻ ഇപ്പൊ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പൈസ അല്ല എന്റെ ഉപ്പ ഫാറൂഖിന്റെ വീടിന്റെ അവിടെ വന്ന് നോക്കിയതും അതൊക്കെ എന്നോട് പറഞ്ഞു. സത്യാണ്. പക്ഷെ ഇതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാതെ. ആ പെട്ടിപ്പിടിന് എന്ത് കൊടുത്തു ഫാറൂഖ് ഇപ്പൊ അത് മങ്കി മങ്കി കടയ്ക്ക് പറയണം. ഡോങ്കി മങ്കി നിഖിലങ്ങൾ കാണിച്ചു ഡോങ്കിയാണ്. പിന്നെ ഡോങ്കിയാണ്. അതിന് വരും ഇതാ ഡോങ്കി. അവിടെ ഉണ്ടോ അവിടെ ചെറിയ ബക്കാല ഗ്രോസറി. കൈ കൊടുത്തൊക്കെ പിരിയണ ഞാൻ my eyes gone. സ്മൈൽ ചെയ്യോ ഒന്ന് ഇവ ജശാന്റിനെ നോക്കി ചിരിക്കി. ഓക്കെ നമ്മൾ ആക്ച്വലി ബീച്ചിലെത്തി. ജബൽ സിഫയിലാണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത്. ബീച്ചാണ് ആക്ച്വലി. ഇപ്പോൾ ഒന്നും കാണില്ല കാരണം അവിടെ മൊത്തം ഒന്നും ലൈറ്റ് ഇല്ല. മീൻസ് കുറച്ച് ഞാൻ ഇപ്പോൾ തന്നെ ഫ്ലാഷ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇതിപ്പോഴെങ്കിലും കാണുന്നത്. ഇന്ന് നമ്മൾ ഒരു ടെൻറ്റ്, സെക്കൻഡ് ടെൻറ്റ്, തേർഡും ഫോർത്തും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു. നമ്മൾ ജസ്റ്റ് ക്യാമ്പ് ഫയർ അല്ല കേട്ടോ, ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് 10 മിനിറ്റ് അങ്ങനെ നിൽക്കുന്നത്? ഒരു മിനിറ്റ് ഇന്നാ ഒരു യെസ്. എന്താ പറോ ഇവിടെ നല്ല അത് സ്ലോപ്പ് അല്ലേ, ഇപ്പൊ ഇവിടെ തന്നെ ചെയ്യേണ്ടി വരൂലേ? എങ്ങനെ ചിക്കനൊക്കെ വെക്കുന്നു. നമ്മൾ ആക്ച്വലി ചെറുതായിട്ട് കുറച്ച് സാധനം മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കുക്ക് ചെയ്ത് ആവാൻ അത്യാവശ്യം സമയം എടുക്കുമല്ലോ. അപ്പം ആദ്യം ഒന്ന് ജസ്റ്റ് ഒരു വിശപ്പിന് അപ്പം അത് കഴിച്ചിട്ടാണ് ഈ അധ്വാനത്തിന് ഇറങ്ങണം.
കുട്ടിപ്പടകളുണ്ട് ഇവിടെ. സൺഡേ തണുപ്പത്ത് കത്തിയോ കത്തിക്കാനുള്ള പുറപ്പാടാണ്. ഇപ്പം നിങ്ങളൊന്നും കാണുന്നില്ലെന്ന് എനിക്കറിയാം. ബിക്കോസ് ഇവിടെ ഒരുവിധം എല്ലാവരും സെറ്റിൽഡായി. ഒരു ടെൻറ്റ് ഇവിടെ ഉണ്ട്, അടുത്ത ടെൻറ്റ് ഇവിടെ ഉണ്ട്. ഓ അതിൽ ആക്ച്വലി ഷുട്ടുമാണ് ആളെ അതിൻ്റെ ഉള്ളിൽ സെറ്റിലാക്കിയതാ. പിന്നെ ഒരു ടെൻറ്റ് ഇവിടെ ഉണ്ട്, പിന്നൊരു ടെൻറ്റ് അവിടെ ഉണ്ട്. മൊത്തത്തിൽ കൊള്ളാം, നല്ലൊരു വൺസ് ഇൻ എ വൈലൊക്കെ ചെയ്യാൻ പറ്റിയൊരു സാധനം. നമ്മൾ വന്നപ്പം വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ലേ, പക്ഷെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അത്ര ഉണ്ടായില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിലേറെ തണുപ്പുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. നല്ല നല്ല വ്യൂ ആണ്. സൺറൈസ് ആയിട്ടില്ല, അതാണ് ആക്ച്വലി ഇങ്ങനെ ഒരു ഇത് ആക്ച്വലി കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മളെ കൂടെ വരാണ്ടിരുന്ന ടീംസ് രാവിലെ സൺറൈസ് കാണാൻ വന്നിരിക്കുന്നു. എനിക്ക് ചിരി വരണം. അവര് നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ വന്നതാ. നല്ല ഭംഗിയുണ്ട് എന്നുവെച്ചാൽ നല്ല ഭംഗിയുണ്ട്. സണ്ണില്ല കൈ. Wait, Shuttu, it will come. എന്തുവാ അത്? നമുക്ക് തന്നെ ബാക്കി എടുക്കണം. കുറച്ച് മുന്നിൽ പക്ഷെ അതൊന്നും പോരാ. ബാക്കി സെയിം ഡ്രസ്സിൽ എടുക്കണം. കാല് മതി, ഇന്ന് തന്നെ എടുക്കും. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. കുറച്ച് വേണ്ടായിരുന്നു. അടിപൊളിയായി, സൺറൈസ് ഒക്കെ അടിപൊളിയായി, അടിപൊളി വൈബ്. ഷൂട്ടുണ്ട് ഇവിടെ. ഹലോ, ഹൗ ഇസ് ദ ടെന്റ്? Can we take a photo? അടിപൊളിയായി ടെന്റ്. ഇന്നലെ കുറച്ച് തണുപ്പ് കുറവായിരുന്നു ആക്ച്വലി. ഇതിലേറെയൊക്കെ തണുപ്പ് ഉണ്ടാവാറുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇവിടെ ഫ്രൈഡേ ആണ്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി റൂബി പോയിട്ട് ഏതൊരു പുതിയ കട ഉണ്ട് അവിടെ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ്
കഴിച്ചിട്ട് റിട്ടേൺ. അതാണ് പ്ലാൻ. അപ്പം ശരി ബൈ. അപ്പം ശരി ബൈ ബൈ. ബൈ പറ. ബൈ.